വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ജാക്സൺ വന്നിട്ടില്ല, അപ്പോൾ കണ്ണ തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണേ. സോ കണ്ണയുടെ ലോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണ ഏത് ലോഡാണ് എവിടെ നിന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞുകൂടാ. ഈ കമ്പനിയിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ലോഡ് എടുക്കാൻ പോകേണ്ടി വരും. നമ്മുടെ ഇന്നത്തെ ട്രക്ക് വെസ്റ്റേൺ സ്റ്റാറാണ്. വെസ്റ്റേൺ സ്റ്റാറിൻ്റെ 57X അങ്ങനെ എന്തോ പറയുന്നൊരു മോഡലാണ്. കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. കണ്ണയുടെ വണ്ടി ചെയ്ത് കണ്ണേ എൻ്റെ വണ്ടി എടുക്കാം. ആ വാ കണ്ണേ, പോരി കണ്ണേ, നമുക്ക് പോകാൻ കണ്ണേ. കണ്ണേ മുന്നേ കയറിക്കോ കണ്ണേ. ഓ 537 കിലോമീറ്ററുള്ളൂ. ഓക്കെ നമ്മൾ ഹൈവേ മാത്രമേ എടുക്കുന്നുള്ളൂ. ജാക്സൺ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇടവഴി എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലേ കണ്ണേ? അങ്ങനെയല്ലേ? കാരണം ജാക്സൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇടവഴി പോയിട്ട് കാര്യമുള്ളൂ. ജാക്സനെ ഇടയിലെ ഊടുവഴികളൊക്കെ അറിയാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ പോണ പോലെ ആയിപ്പോൾ. നമ്മൾ മാക്സിമം ഹൈവേ ആയിരിക്കും കൂടുതലും പോകുന്നത് അല്ലേ കണ്ണേ? കണ്ണേ എനിക്ക് എന്തായാലും എനിക്ക് ഡീസൽ അടിക്കണം കേട്ടോ. എനിക്ക് ഡീസൽ അടിക്കില്ലെന്ന് പറഞ്ഞു. ഓ, ഡീസൽ അടിക്കാൻ അപ്പുറേ പമ്പുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങണ വഴി ഇറങ്ങിയിട്ടേ പുറകോട്ടൊന്ന് വന്നാൽ മതി. എനിക്ക് കണ്ണക്ക് ഡീസലുണ്ടോ? എനിക്ക് ഡീസൽ പകുതി താഴെയായി. പുറകോട്ട് പോയി ഡീസൽ അടിക്കട്ടെ. കണ്ണ മുന്നോട്ട് കിട്ടോ? മുന്നോട്ട് പോയിട്ട് ഉറങ്ങാൻ വല്ല സ്ഥലം, സ്ലീപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടോ നോക്ക്. പുറകെ പോയിട്ട് ഡീസൽ എടുത്തിട്ട് വരാം. ആ കണ്ണ പുറകെ ഡീസൽ അല്ല ഉറങ്ങാനുള്ള സ്ഥലമുണ്ട്. പമ്പിൻ്റെ അപ്പുറം കുറച്ചങ്ങ് പോകണമെന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങിപ്പോ. നേരെ അങ്ങോട്ട് പോയാൽ മതി. കണ്ണ ഉറങ്ങാൻ പോയിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഫുൾ ടാങ്ക് അടിക്കാൻ നമ്മൾ അണ്ണനോട് പറഞ്ഞ് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. അല്ല അണ്ണനോട് പറഞ്ഞില്ല, ഫുൾ ടാങ്ക് അടിക്കണമെന്ന് ഞാൻ തന്നെ പറഞ്ഞ് ഞാൻ തന്നെ അടിച്ചു. പേയ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഈ വണ്ടി ഓടിക്കുന്നതിൻ്റെ വേറൊരു വൈബ് കേട്ടാ. ഈ വണ്ടി ഓടിക്കുന്നത് വൈബ് കിട്ടൂല വേറെ ലെവലുങ്ക. നമുക്ക് അതിലെ അപ്പുറത്തോട്ട് ഇറങ്ങത്തില്ല ഏട്ടനെ? കുറച്ച് കിലോമീറ്റർ കൂടുതൽ ഒട്ടാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. വലിയ വ്യത്യാസമൊന്നും വരത്തില്ലല്ലോ. 2-3 കൂടുതൽ വരും, അത്രയല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതൊക്കെ ഓടിച്ചെടുക്കാൻ പോകാൻ പറ്റില്ല. കണ്ണ ഉറങ്ങിക്കഴിഞ്ഞ് ഞാനിവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ക്ഷീണം പോലെ. അകത്താണോ? അകത്ത് സൈഡ് ഇതെല്ലാം ഇവിടെ ഉണ്ട്. അല്ല ഇവിടെ ഉണ്ട്. ഞാനിവിടെ സെറ്റായിക്കോളാം. ഞാനിവിടെ ഒന്ന് ചെറുതായിട്ടൊന്നൊരു ചായ കുടിച്ചേ റെസ്റ്റൊക്കെ എടുക്കട്ടെ. ആ പോട്ടെ. ഇത് ചന്ദനമാണ് കണ്ണേ. ഇത് പുഷ്പയുടെ ലോഡാണ്. ഓ, ഇത് ഇവിടെ നിന്ന് മറ്റേ രീതിയിലുള്ള ഒടിയാണല്ലോ. ഇത് നല്ലൊരു ഒടിയാണല്ലോ. ഇത് നമുക്കുള്ള മൊത്തത്തിലുള്ള ഒടിയാണല്ലോ. ചെറുതായിട്ട് അവിടെ ഒന്ന് വരയ്ക്കേണ്ടി വന്നെനിക്ക്.
ട്രെയിലർ തട്ടിയാലും വലിയ സീൻ വരത്തില്ല, പയ്യെ ആയതുകൊണ്ട്. ആ അതെ. ആ ബിൽഡിങ്ങിലൊന്നും ആരും ഇല്ലെന്നോ. ഇവിടുത്തെ പരിശൂലിയാണ്. ഹൈവേയിലോട്ട് ഇറങ്ങുമ്പോൾ കണ്ണയുടെ മൈക്കിൽ നിന്നാണ് നോയിസ് പോലത്തെ സ്ഥലത്തേക്ക് സംസാരിക്കുമ്പോൾ വരുന്നുണ്ട് ചെറിയൊരു നോയിസ്. കണ്ണട പുറകെ വല്ലവനായി കണ്ടേ, മറ്റേ അവന്റെ ട്രെയിലർ എന്തിനത് ഞാനെ പിടിക്കണില്ല കേട്ടോ. അവൻ ഷോ ഓഫ് കാണിക്കുന്നു. അപ്പുറം ഇപ്പുറം കേട്ട് കളിക്കണ്. ഓ ഒരു ജീപ്പ് ഞാൻ എൻ്റെ കണ്ണാടി നോക്കിയിട്ടൊക്കെ ഓവർടേക്ക് ചെയ്യാവുള്ളൂ കണ്ണേ. ഇല്ല തട്ടില്ല കൊടുത്തേനെ ഞാനൊന്ന്. എൻ്റെ മോള് വന്ന് ഒന്നും അല്ല കേട്ടാ, നമ്മുടെ വെസ്റ്റേൺ സ്റ്റാർ കിങ് എന്ന് കാണിക്കും. കണ്ണട കയ്യിലൊരു വെസ്റ്റേൺ സ്റ്റാർ. എന്റെ ഇത്രയല്ല, ഈ സൈസ് അല്ല. ഇത് നേരെ താഴത്തെയാ. കണ്ണയുടെ വെസ്റ്റേണിന്റെ നേരെ താഴത്തെ വണ്ടിയാണ്. കണ്ണയുടെ ടോപ്പൻ്റെ അല്ല ഞാൻ. ഞാൻ ഫസ്റ്റ് സിറ്റി വന്നപ്പോൾ നമ്മള് മറ്റേ കൂലിക്കോട് വരുന്നില്ല, ഡ്രൈവർ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ വണ്ടി വെസ്റ്റേൺ സ്റ്റാർ. എനിക്ക് ഫസ്റ്റ് കിട്ടിയ വണ്ടി, എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ട വണ്ടി. ഞാൻ അതുകൊണ്ട് പിന്നെ വെസ്റ്റേൺ സ്റ്റാർ തന്നെ അങ്ങ് ചൂസ് ചെയ്ത്. നമുക്ക് എത്ര വോൾവോ ഇഷ്ടപ്പെട്ട്, വോൾവോയുടെ ഒരു ഇതായതുകൊണ്ട് വോൾവോ ഞാൻ എടുത്തേ. പക്ഷേ വോൾവോ എനിക്ക് അത്ര സുഖം തോന്നിയില്ല. കാരണം ചില സമയങ്ങളിൽ വണ്ടി വലിയ കയറ്റമൊന്നും വലിക്കാത്ത പോലെ തോന്നും, വലിമെടുപ്പ് കാണിക്കും. പിന്നെ ഞാനങ്ങ് മാറ്റി. പിന്നെ വീണ്ടും വെസ്റ്റേൺ സ്റ്റാറിലോട്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ വലിമെടുപ്പ് കാണിച്ചാലും കയറിക്കോളും വണ്ടി. പക്ഷെ മറ്റേ ആണെങ്കിൽ നമ്മൾ ഫുള്ള് ചവിട്ടി പിടിച്ചാലും ആക്സിലേറ്ററിൻ്റെ പെടൽ അങ്ങ് നിലത്തിയെന്ന് മുട്ടിയെന്ന് പറഞ്ഞാലും വണ്ടി കയറണില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് ഒരു വിരലിങ്ങനെ തൊട്ടാൽ മതി, വണ്ടി പറക്കുക. ഇപ്പോൾ പോണ തന്നെ വേണ്ടി 101 പറക്കണേ. 100, 101. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോണറ്റ് നമ്മൾ കണ്ണാടി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കണ്ണാടിയിലോട്ട് ശരിക്കും ബൈനോക്കുലർ വെച്ച് നോക്കിയെങ്കിലേ കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ മറ്റേ വണ്ടിയിലെ കണ്ണാടി വിഷയം കണ്ണാടിയായിരുന്നു. ആ വിൻറ്റേജ് അല്ല മറ്റേ ചവിട്ടണ സ്ഥല അമ്മാര് നിർത്തിയിട്ട് വേണമല്ലോ ഇവിടെ എടുക്കാൻ. നിയമം അങ്ങനെയാണല്ലോ. ഒന്ന് ചവിട്ടിയിട്ട് ലെഫ്റ്റും റൈറ്റൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. നമ്മൾ ലെഫ്റ്റും റൈറ്റും നോക്കാറുള്ളത് വേറെ ചെറിയ വഴിയല്ലേ. എത്താറായെന്ന് തോന്നുന്നു. ഹൈവേ ആയതുകൊണ്ട് നമ്മൾ അറിയാത്തതായിരിക്കും ചിലപ്പോൾ. ഇടക്കൊന്ന് നോക്കണം. നല്ല രീതിയിൽ എത്താറായിട്ടില്ല കേട്ടോ. ഇല്ല നല്ലത്. ഇത് ചെറിയ വഴിയാ, ഇത്തിരി ഹൈവേ അല്ല, ഹൈവേ ആണ്, 2 ലൈനാണ്. വലിയ വഴി തന്നെ. സിഗ്നലാട്ടോ. പോലീസും കിടപ്പുണ്ടേ. കണ്ടാൽ എൻ്റെ ബ്രേക്കിൻ്റെ എയർ ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. ചുമ്മാ ഇനി ചവിട്ടാൻ പറ്റൂലല്ലോ. ഒറ്റ ചവിട്ടി കഴിഞ്ഞാൽ എയർ മൊത്തം ഇറങ്ങിപ്പോകും. ആകെ കുറച്ച് ഇറങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ
കലിപ്പില്ലായിരുന്നു. ഇവിടെ കിട്ടും. സിറ്റി ആണല്ലോ. അതെന്ത് ഏ? വണ്ടി തട്ടിയ എൻ്റെ ഇല്ല ഇനി എവിടെ നിന്നോ മറ്റേ ഫണ്ട് പോണ വെച്ച കേട്ടല്ലോ. കണ്ണ തട്ടിയായിരുന്ന ഇല്ല ഇല്ല ഇല്ല. കയ്യിൽ നിന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിരിക്കും. EMI ഉണ്ടേ, EMI മറന്നുപോയി. അതെ. EMI പോയതാ. അതാ. ഞാൻ വിചാരിച്ച് എന്ത് പറ്റിയതായിരിക്കും. സ്റ്റീറിങ് ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഒറ്റ അറിയുന്നല്ലേ. ഓ കണ്ണ കെൻവർത്ത് കണ്ണയുടെ വണ്ടി. ഓക്കെ ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ കെൻവർത്ത് വണ്ടി, കെൻവർത്ത്. ഏ, കണ്ണേ എന്തിനത് മൊത്തം വണ്ടി ഇടിച്ച് പൊളിച്ചു കേട്ടാ. ഒറ്റ ഇടി ഇടിച്ചാ ഫ്രണ്ടിലത്തെ വണ്ടി അതാ ഇടിച്ച്. എന്തൊരു ഇടി ഇടിക്കണേ ഇങ്ങനെയൊക്കെ ഇടി. ഒരു നേരേക്ക് പോയി. ഭാഗ്യം പോലീസ് ഇല്ല കേട്ടാ. കണ്ണേ സീനാകുന്നാ തോന്നണേ. പെറ്റി എടുത്തോ, പെറ്റി ഓടിച്ചോ. കിട്ടി കിട്ടി എനിക്ക്. കാശുള്ളതുകൊണ്ട് കാശ് കൊടുത്ത് ഒഴിവാക്കാൻ പറ്റില്ലേ. അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് കയ്യിലൊന്നും കാണും. ഇങ്ങനെയാണ് എന്തിനത് ബ്രേക്ക് ഉണ്ടായിട്ട് ഇങ്ങനെ. ഉണ്ട് ഉണ്ട്. പക്ഷെ എന്റെ ശ്രദ്ധ കുമാരനെ അടങ്ങത്തില്ല. ട്രാഫിക് കൂടിയൊക്കെ നോക്കിയൊക്കെ ഓടിക്കണ്ട കണ്ണേ. എന്നെ കണ്ടുപിടി. എന്തോ ഭാഗ്യം കൊണ്ടൊക്കെ ചവിട്ടി നിർത്തുന്നുണ്ട് ഞാൻ. നമ്മൾ അധികം സ്പീഡ് എടുക്കാതിരുന്നാ മതി. ഓ കണ്ണയുടെ ഫ്രണ്ടിൽ നിന്ന് അവന്മാര് പോകുന്നില്ലല്ലേ. ഏണിയായല്ലേ. ഏണിയായി. അടുത്ത സിഗ്നൽ വന്നു. ഞാനിവിടെ പൊക്കത്ത് വെയിറ്റ് ചെയ്യാം. കണ്ണത് എന്തേലൊക്കെ പറഞ്ഞ് ഒഴിവാക്ക്. മറ്റന്മാര് ഇമാർക്ക് എന്തായിരുന്നു വിഷയം? പിന്നെ കണ്ണ അവന്റെ പുറകിലല്ലേ കണ്ണ ഇടിച്ചേ. അതെ, നമ്മക്കൊന്നും പറ്റിയില്ല. പതിനെട്ട് കൊമ്പറ പോയി. ബാക്കി ഫുള്ള് മാറണമെന്നാ പറയുന്നത്. ഓ ഇത് ഗ്യാരേജ് ആണല്ലോ. ഇതെന്റെ ഗ്യാരേജ് ആണല്ലോ. ഗ്യാരേജിൽ കയറാൻ പറ്റൂല. ലോഡുള്ളതുകൊണ്ട് കയറാൻ പറ്റില്ല തോന്നുന്നു. അല്ല അതല്ല, ലോഡ് വെച്ചോണ്ട് ഗ്യാരേജിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ഒറ്റപ്പൊട്ട ഉണ്ട് മാനേജർ. അവൻ ജാക്സനെ വിളിച്ച് പറയും. മുതലാളിനെ വിളിച്ച് പറയും. മുതലാളിനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പടി പാളും. കണ്ട കേസ് പറഞ്ഞു തീർത്താ കണ്ണേ. പറഞ്ഞു വണ്ടി കയറി വന്നാല് ഇനിയിപ്പോ ജാക്സൺ വരുമ്പോ സീനാവൂല. വണ്ടി ഇടിപ്പിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട് എന്തേലൊക്കെ പറഞ്ഞ് ഒഴിവാക്കി. ഇമാര് വരത്തില്ല, പിന്നെ വിഷയം ഉണ്ടാക്കില്ല. പോന്നോ അവിടുന്ന്? പോന്നു ഞാൻ കയറി. ഞാൻ ഇവിടുത്തെ പമ്പ് കഴിഞ്ഞുള്ളൂ. നല്ല വൃത്തിയുള്ള വഴി കേട്ടാ. സൗണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. ഈ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ ചേട്ടാ. വെയിലിന്റെ ചൂട് കാരണമാണെന്നുണ്ടാവും. ഇതൊരു മരുഭൂമി കിടക്കണ പോലെ ടാർട്ടർ റോഡ് കിടക്കണ. ഉൾവഴിയില്ലേ ഇങ്ങോട്ട് നമ്മളെ പോലെ ട്രക്ക് മാത്രമേ വരാറുള്ളായിരിക്കും.
വലിയ വണ്ടി മാത്രമായിരിക്കും ഈ റൂട്ടൊക്കെ കയറി തന്നെ. ഇത് ചെറുവണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരൊക്കെ അല്ലേ, ഈ നാട്ടിൽ ഉള്ളവരൊക്കെ തന്നെ അല്ലേ. ഇവിടെ അങ്ങ് ഒരു വീട് പോലും കാണുന്നില്ല. എന്തൊരു പട്ടിക്കാടേ. അമ്പത്തഞ്ച് കിലോമീറ്ററിലേ പോകാവുള്ളൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഫ്രണ്ടിൽ വലിയ വളവാണ് കേട്ടോ. ഇച്ചിരി മയം വെച്ച് വന്നാ 2 പേർക്ക് സുഖമായിട്ടൊക്കെ പോകാം. ഓ ഈ വഴി ഞാൻ വന്നിട്ടുണ്ട്. ഈ വഴി ഞാൻ ജാക്സണുമായിട്ട് വന്നിട്ടുണ്ട് കണ്ണേ. ഇവന് ഞാൻ ഇതിനു മുമ്പ് ജാക്സനായിട്ട് വന്നിട്ടുണ്ട്. ഇതിയാശം ഞങ്ങൾ അവിടെ തിരിച്ച് ഇങ്ങോട്ടാ കയറിയാ വന്നേ. അങ്ങനെ കയറി വന്നിട്ടാണ് ഞാൻ അവിടെ ഒരു ഗ്യാരേജ് എടുത്തത്, മനസ്സിലായ? നമ്മളിപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് കയറി വന്ന അവിടുത്തെ ഒരു ഗ്യാരേജ് ഉണ്ടല്ലോ, ആ ഗ്യാരേജ് എടുക്കണേ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ. എങ്ങനെയാ ടാറിങ്ങെന്നൊന്നും അറിയത്തില്ല. ലക്ഷം വരുമ്പോഴാണ് ടാറിങ്ങെന്നൊന്നും ഒരു വെടിയില്ലല്ലേ. അത് കുറച്ച് നേരത്തേക്കേ ഉള്ളു. ഈ ലോഡ് ഇറക്കിട്ട് റെസ്റ്റ് പോവാ. അടുപ്പിച്ച് 2 ലോഡല്ലേ? അടുപ്പിച്ച് 2 ലോഡ്. വണ്ടി അതിനിടയ്ക്ക് ഒരു കാലിച്ചായ കുടിക്കാനായിട്ട് ഇച്ചിരി അവസരം കിട്ടിയത്. ഓ വണ്ടി ഇത് റെസ്റ്റ് എടുക്കണം, വണ്ടിയുടെ ടയർ മാറണം, പിന്നെ പുതിയൊരു വണ്ടി ഇത് ചെയ്യുന്നുണ്ട് ഞാൻ, ഓർഡർ ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. പണിയിപ്പിച്ചോണ്ടിരിക്കുവാണോ? നമ്മുടെ 2ാമത്തെ ഗ്യാരേജ് പണിത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് 2 വണ്ടി എടുക്കണേ. ആ വണ്ടി എടുക്കണം, 2 ഡ്രൈവർമാരെയും വെക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് കാണുന്ന പരിപാടി. ഓ പിള്ളേർ ചുമ്മാ സീനാണ്. എൻ്റെ പൊന്നളിയാ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരുത്തിയുടെ കൂടെ പോയി. അയ്യോ അവള് കിടിലുമായിരുന്നു. മറ്റേ ഒറ്റ വീലേക്ക് ഇറക്കിയവള് വണ്ടി. ഞാൻ വിചാരിച്ചില്ല നമ്മള് ഈ മറ്റേ ഒരു 24 മണിക്കൂർ കൊണ്ട് ഓടുന്ന ഓട്ടമൊക്കെ അവള് 12 മണിക്കൂർ കൊണ്ട് ഓടി തീർക്കുക. ഭ്രാന്താണെന്ന് ഞാൻ ആലോചിച്ചു. അത് വേറൊരു കാര്യം. ഇതൊക്കെ ഒന്നില്ലെന്നേ ഉള്ളിയാ. ഞാൻ ചങ്ക് പാളിയായിരുന്നു അതിനകത്ത്. ഓരോരുത്തേന് ഇത് മറ്റേ ഓട്ടോമാറ്റിക്കും കൂടി ആയതുകൊണ്ട് ഈ പിള്ളേർക്ക് മൊത്തം, ഇവിടെ ഉള്ളവർക്ക് മൊത്തം ഈ ഓട്ടോമാറ്റിക്കും മാനുവലൊക്കെ അങ്ങനെ മാറി മറിഞ്ഞൊക്കെ വന്നത്. ചിലർക്ക് മാനുവൽ മതി, ചിലർക്ക് ഓട്ടോമാറ്റിക് വേണം. ഞാൻ പോയതൊരു ഓട്ടോമാറ്റിക്കിൻ്റെ കൂടെയാണ്. അതാണെങ്കിൽ ഒടുക്കത്തെ ഓട്ടോമാറ്റിക്. ഗിയർ എന്ന് പറയണ സാധനമേ ഇല്ലെന്നുള്ള രീതിക്കാണ് പോകുന്നത്. വീണ്ടും മറ്റേ ചെറിയ മറ്റേ കുഞ്ഞു പിള്ളേരൊക്കെ കളിപ്പാട്ടം കിട്ടിയ പോലെയായിരുന്നു. പറപ്പീരെന്ന് പറഞ്ഞ പറപ്പീര്. കണ്ണ ട്രക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാ? ആ ഞാൻ കണ്ട് ലൈവായിട്ട്. ലോഡ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നെടുത്ത് എൻ്റെ അമ്മേ വിഷയമായിരുന്നു. ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് നിർത്തിയതാ. പട്ടം കറക്കി അതിൻ്റെ ഫ്രണ്ടിൽ ഡ്രിഫ്റ്റ് ചെയ്ത് പറഞ്ഞ് നേരെ അങ്ങ് നിർത്തി. എന്നിട്ട് പടയെന്നും പണ്ട് റിവേഴ്സ്. ഞാൻ കണ്ണടച്ച് തുറന്നു കഴിഞ്ഞപ്പോൾ ആളില്ല വണ്ടിക്കകത്ത്. ഞാൻ നോക്കുമ്പോൾ ഇറങ്ങിപ്പോയി മറ്റേ വള്ളിയൊക്കെ എടുത്ത് കുത്തി കറക്കിക്കോട്ട് നിൽക്കണ്. എന്നിട്ട് ചോദിക്കണ എന്ത് പറ്റും ബോസ്? പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് വണ്ടി തിരിച്ച് നോക്കി, 2 സൈഡൊക്കെ നോക്കി, പുറകൊക്കെ നോക്കി കൊണ്ട വെച്ച് കറക്റ്റാണോ എന്നൊക്കെ നോക്കി 2 പ്രാവശ്യം നടത്തിപ്പിടിച്ച് തൂങ്ങുകയൊക്കെ ചെയ്യും. അതൊന്നുമില്ല, കയറ്റി സാധനം ഇട്ട് കറക്കി പരിപാടി തീർന്നത്.
ഇത് എക്സ്പീരിയൻസ് ആണ് ഇവർക്ക്. ഇവിടെയും വേറെ കമ്പനിയിലൊക്കെ ഓടിയേ അതെ നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ അപ്പുറത്ത് യൂറോപ്പിൽ നിന്നൊക്കെ ഇപ്പുറത്ത് ഇതൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തും പോയി മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി വ്യത്യാസമല്ലേ ഇവിടുത്തെ വണ്ടി? ഇടയ്ക്ക് ഞാൻ ഇവിടുത്തെ ഓർമ്മയിൽ അവിടെ പോയി തിരിക്കും. അപ്പോൾ വണ്ടി മറ്റേ സൈഡിലത്തെ മറ്റേ ഇത് രണ്ട് പ്രാവശ്യം സൈഡ് പോയി. ഫ്രണ്ടിലത്തെ മറ്റേ വീലില്ലേ ലോവറാമും മറ്റേ ഇതും അയ്യോ അതിൻ്റെ ഒരു ഇത് പറയോ അത് തന്നെ ലോവറാമ് സ്കാനിയയുടെ ലോവറാമ് 2 പ്രാവശ്യം മാറിയത്. ലോവറാമും ബമ്പർ ലിപ്പും നമ്മളെ കസ്റ്റം ചെയ്ത വണ്ടിയില്ലേ അതിൻ്റെ. ഞാൻ ഇവിടുത്തെ ഓർമ്മയിൽ അവിടെ പോയി ഒറ്റത്തിരിക്കും, വണ്ടി വല്ല കയ്യാലപ്പുറത്തിരിക്കും. ഞാൻ അവിടുത്തെ ഓർമ്മയിൽ ഇവിടെ വന്ന് തിരിക്കും. അപ്പോഴത്തേക്ക് വണ്ടി നേരെ പോയിട്ട് പറ്റേ പോയി യൂട്യൂബിന്റെ ചവിട്ട് നിർത്തും. ഞാൻ അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ ഇതിന് ഞാൻ തിരിക്കാൻ വേണ്ടിയുള്ള അടയാളം വെച്ചേക്കാണ് കണ്ണാടി. വണ്ടിക്ക് അത്ര നീട്ടം ഉണ്ടെന്ന് നമുക്ക് ഓർക്കാൻ വേണ്ടിട്ട്. അകത്തിരിക്കുമ്പോ നമ്മൾ നോക്കുമ്പോ കുഴപ്പമില്ല, അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി വെച്ചേക്കണ 2 കണ്ണാടി. ഇല്ലെങ്കിൽ ആരലൊക്കെ വെക്കോ. ഇത് മറ്റേ സ്ഥലം കേട്ടാ, ഇത് മറ്റേ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം നിന്ന്. ആടുജീവിതല്ല, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിനകത്ത് മറ്റേ ബസ്സിനകത്ത് മറ്റേ പുള്ളിനെ കൊണ്ടുപോകുമ്പോ ഒരു കാറെ വന്നിട്ട് മറിച്ചിടൂലേ, അത് ഇതേ കൂട്ടൊരു സ്ഥലല്ലേ ഇങ്ങനെ പൊങ്ങിച്ചാടി വന്ന വഴി. നമ്മളൊക്കെ സ്ഥലമൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. ഞാൻ പിന്നെ വ്ളോഗ് എടുക്കുന്നുണ്ട്, അതിന്റെ കുഴപ്പമില്ല. ഇതൊക്കെ നാട്ടുകാരെ കാണിക്കണ്ടേ. അല്ല അത് നമ്മൾ മറ്റേ ഗോപ്രോ എടുത്തിട്ട് വെച്ചേക്കാണ്. ഗോപ്രോയെ വോയിസ് ഓവർ പിന്നെയല്ലേ ചെയ്യണേ. വോയിസ് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി മറ്റേ പൊടിപ്പും തൊങ്ങലൊക്കെ കയറ്റി അങ്ങനെയൊക്കെ കയറ്റിയൊക്കെ അടിക്കും. മനസ്സിലായി? നമ്മുടെ കഷ്ടപ്പാടൊന്നും ആരും അറിയിക്കരുത്, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളിവിടെ പൊളിയാന്ന് പറയണം. വീഡിയോ കാണുന്നവർക്ക് തോന്നണം അമേരിക്കയിലോട്ട് വരെ. മുമ്പേ അമേരിക്ക പൊളി, അമേരിക്ക പൊളി. കേട്ടില്ല അണ്ണേ? വണ്ടി കൊണ്ടത് കാരണം അവിടെ വണ്ടിക്കകത്ത് എന്തിനു കണ്ടേ കൊട്ടും പാട്ടൊക്കെ പാട്ടിട്ടുണ്ട്. അതാണോ? ഇന്നിപ്പോ സ്റ്റേ ചെയ്യാൻ ഇവിടെ സ്ഥലമൊന്നും ഇല്ലല്ലോ. നമ്മള് ഇന്ന് വണ്ടിക്കകത്ത് തന്നെ ഇടക്കേണ്ടി വരും. നൈറ്റ് ആകണ്ടേ. അതിന് മുമ്പ് അങ്ങ് എത്തുന്നേ. നമുക്ക് അവിടെ ചെന്നിട്ടേ അവിടെ ആ സ്ഥലത്ത് ചെന്നിട്ട് നമുക്ക് സെറ്റാക്കാം. അവിടെ ജാക്സന്റെ പേര് പറഞ്ഞു നോക്കാം. ജാക്സനെ അറിയായിരിക്കും. പറ്റിക്കല്ലേ ചേർത്തില്ല. ഇല്ല ഒരു വണ്ടിയുണ്ട്. ആണ് വരുന്നുണ്ടേ ചേർന്ന്. ഞാനടുത്ത് കണ്ണ ബസ്സേ കയറി പോകുന്നു തിരിച്ച്. നമ്മള് വണ്ടി ലോഡ് എടുത്തോടത്ത് എന്ന് നിർത്തിക്കുന്ന ഞാൻ വിചാരിച്ചു. ആക്സിഡന്റ് ആണോ? പയ്യെ പോകണ്ട. ആക്സിഡന്റ് അല്ലെന്ന് തോന്നുന്നു. ചെക്കിങ്ങാ പിടിച്ചു കേട്ടാ. എടാ ഇത് മറ്റേ വണ്ടി
അത് രാത്രി നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ട് തോന്നിയാസം കഴിഞ്ഞ അവൻ്റെ ട്രെയിലറെ തട്ടിച്ചെന്നറിയില്ല. അവൻ്റെ കൂട്ടുകാരനാണ് തോന്നുന്നത്. അവൻ്റെ വണ്ടി ആ വണ്ടിയുടെ പുറകെ ജെറ്റിട്ട് വന്നത്. അവന് വെള്ളമാണെന്ന് തോന്നണില്ലേ? തൂക്കി എന്തായാലും തൂക്കി. വെള്ളമൊന്നും ആയിരിക്കത്തില്ല, ഇവിടെ അതിനും വലിയ സാധനമായിരിക്കും. കൊമ്പിക്കായിരുന്നോ? വേണ്ട, ഞാൻ ഫുൾ ടാങ്ക് അടിച്ചായിരുന്നു. നമുക്കൊന്ന് കിടക്കണേ. ആ റെസ്റ്റ് ചെയ്യാം, ഒരു കാപ്പി വെക്കാം. ഈ പഞ്ചസാര ഇല്ല കേട്ടോ വണ്ടിക്കകത്ത്. പഞ്ചസാര ഉണ്ടോ? എൻ്റെ ഉണ്ട്. ഞാൻ പഞ്ചസാര മേടിക്കണ ഞാൻ ഓർത്തില്ല. ഞാൻ പിന്നെ മധുരം അങ്ങനെ ഉപയോഗിക്കത്തില്ലേ. ദാബയാണോ? ദാബയാണോ ചായ ഉണ്ടാക്കണ്ട. അവിടെ വല്ലയിടത്തും കയറി ഒരു പഞ്ചസാര പാക്കറ്റും മേടിച്ച് തൽക്കാലം അവിടെ നിന്ന്. ദാബയാണോ? സോറി, നമുക്ക് നമ്മുടെ ഇവിടെ ദാബ. ബാത്റൂം ഉണ്ടോ? എടുക്കല്ലേ. വിഷയം കേട്ടാ. ഒരു F12 എടുത്തോ. ഇവിടെ സ്റ്റേ കൊടുത്തു കേട്ടോ. ഫാമിലിയായിട്ട് സ്റ്റേ കൊടുക്കട്ടോ. ആ ഇവിടെ പഞ്ചസാര കിട്ടുമല്ലോ. പഞ്ചസാര മേടിച്ചിട്ടില്ല. അല്ല, പോണ വഴിക്ക് നമ്മൾ അവിടെ ചെന്ന് കമ്പനി ചെന്ന് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ ദാബയും കോപ്പൊന്നും ഇല്ലല്ലോ. കഴിക്കാനും എന്തെങ്കിലും മേടിച്ചേക്കാം. അപ്പൊ വാ വാ. എന്ത് പൊടിയാണ് ഇവിടെ. നമ്മളീ ഗ്ലാസ് ഒക്കെ കയറ്റി AC കാത്തിരിക്കുന്നത് കൊണ്ട് അറിഞ്ഞുകൂടാ. ചുമ്മാ അല്ല കേട്ടാ, നമ്മളെ കേറിയപ്പോ ആ ഫ്രണ്ട് ചെന്ന പയ്യൻ അകത്തോട്ട് ഓടി കയറിയത്. ഈ വഴി അങ്ങനെ വലിയ വണ്ടിയൊന്നും വരവില്ല ചേട്ടാ. വരവില്ല, ഇതുവരെ കണ്ടില്ല. പക്ഷെ വന്ന വണ്ടിയെല്ലാം നമ്മുടെ ചങ്കിന് നേരെ തന്നെ ഉണ്ട്. കാറുകാരൻ വരും പറഞ്ഞില്ല. BMW ഒക്കെ ഇവിടുത്തെ ലോക്കൽ കാറാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ചവറ് പോലെ എവിടെ നോക്കിയാലും BMW. ഇടയ്ക്കിടയ്ക്ക് ടക്കെ സൗണ്ട് കേൾക്കണ കണ്ണട വണ്ടിക്കകത്ത് തേട്. കണ്ണട വിൻറ്റേജ് മോഡൽ വണ്ടിയുണ്ട്. പുറമേന്ന് കാണുമ്പോൾ ലുക്കുള്ളൂ. ഇന്ത്യയുടെ അകത്ത് പല പാട്ടകൾ ഇളകി കിടക്കുകയാണ്. അതാണ് ഇടയ്ക്ക് ടപ്പേ ഏൽപ്പിച്ചുകൊണ്ടിരിക്കണേ. ഉണ്ട്, ഇടക്കിടക്ക് വരുന്നുണ്ട്. ഇത് മറ്റേ റേഡിയോ കൂടി എനിക്ക് ഇവിടെ കേൾക്കാം. കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് സേവ് ആയത് കേട്ടാ. ഇപ്പഴാണ് സേവ് ആയത്. അങ്ങ് പോകണ്ട, ഇനി ഇവിടെ വന്ന് ഇനി ഇവിടെ വരും. ഇതിനു മുമ്പ് എവിടെയും വെച്ച് വെച്ചിരുന്ന അന്ന് വേറെ ആയിട്ട് കൊല ഗുദാവില് വന്നേരെ. അങ്ങനെ എന്തെങ്കിലും പരിപാടിയാണോ? ഫോണ് നോക്കുമായിരിക്കും. നാട്ടിൽ നിന്ന് പുതിയ ഏതോ റീൽ അയച്ചു കൊടുത്തിട്ടുണ്ട് തനിക്ക് മാത്രം. വണ്ടി ഒന്നുമില്ലല്ലോ.
കാമുകി ഏതോ റീൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. വട്ടി ചവിട്ടി. നോട്ടി വിട്ടോട്ടോ. ചവിട്ടി വിടണോ? അല്ല, അടുത്തത് തോന്നട്ടെ. ചോട്ടി വേണ്ട, അടുത്ത് കുറച്ചോ ഉണ്ട്. കാറ്റ് നോക്കിയായിരുന്നു. കാറ്റ് ചെക്ക് ചെയ്തായിരുന്നു. ഏറോ? അയ്യോ, ബ്രേക്ക് ചെക്ക് ചെയ്തില്ല. അല്ല, അത് കുഴപ്പമില്ല, അത് ഓട്ടം തന്നെ റീഫിൽ ആയിക്കോളും. നമ്മൾ അധികം യൂസ് ചെയ്യാതിരിക്കുമ്പോഴേ എയർ തന്നെ റീഫില്ലാവും. നമ്മൾ അങ്ങനെ മറ്റേ ഇതാകത്തില്ല. നിർത്തിയിട്ട് അത് ഫുള്ളായിട്ട് ഇറങ്ങിപ്പോയില്ല. ഞാൻ ചെറുതായിട്ട് ഇറങ്ങിയതേ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ചവിട്ടിരുന്ന ഫുള്ളായിട്ട് ഇറങ്ങിപ്പോയേനെ. ഈ ഒറ്റ ചവിട്ടി ചവിട്ടുമ്പോഴാണല്ലോ പ്രശ്നം. മാക്സിമം ഒറ്റ ചവിട്ട് ഒഴിവാക്കാനാണ് പറയണത്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. കഴിഞ്ഞു പോയാ ഇവിടെ ഒന്നും ഒരു മരം പോലും ഇല്ല. അതാണ് കേട്ടോ. അപ്പുറം എയർപോർട്ടാ, പക്ഷെ അറിയത്തില്ല. ഓ, ഇവിടെ ആക്സിഡന്റ്. ഏതോ ഒരു പെണ്ണിന്റെ പുറകെ കൊണ്ട് ചാർത്തി. ബാബാ, പെണ്ണോട് ഒറ്റയ്ക്ക് ഒന്ന് വാതാടുന്നുണ്ടോ? നിർത്തി സംസാരിച്ചിട്ട് പോരായിരുന്നല്ലേ? വേണ്ട വേണ്ട, നല്ല ഇടി നാട്ടിൽ കിട്ടും. വെറുതെ എന്തിനാണ് ഇവിടുന്ന് മേടിക്കണേ? ഇതിന്റെ 50 വിഷയമാന്നാ പറഞ്ഞേ. ഇതിന്റെ 50 ഇല്ലേ? ഇതിന്റെ 50 1.50 വിഷയമാണ്. കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിലിങ് ഇതിനകത്ത്. മറ്റേതിനേക്കാളും ഡീറ്റെയിലിംഗ് ഉണ്ട് ഇതിനകത്ത്. അല്ല, ഞാൻ ചെയ്തതല്ല, ഞാൻ മറ്റേ വീഡിയോ കണ്ട്, യൂട്യൂബിൽ വീഡിയോ കണ്ടു. അപ്പം വിഷയം എന്ന് പറഞ്ഞാൽ നല്ല ഡീറ്റെയിലിങ്. ട്രക്കൊക്കെ വിഷയം. ഈ നമ്മളിപ്പോൾ ഈ പോണ വഴിയൊക്കെ ഇല്ലേ, ഇവിടെയൊക്കെ വേറെ കുറച്ച് മരങ്ങൾ കൂടെയൊക്കെ ആഡ് ചെയ്ത് അതൊക്കെ നല്ല വൃത്തിക്കിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഇതൊരു പൊളിയാണ് ഇത് കാണാൻ. എന്ത് പറ്റി? സേവാനോടൊന്നും അടിക്കല്ലേ, ജന്മത്തിൽ ഇവിടെ എത്തൂല. എനിക്കിവിടെ കാണിച്ചില്ല കേട്ടോ. മറ്റേതിന്റെ ഒക്കെ വിഷയമാണിത്. ഞാൻ കണ്ടില്ല. ഈ ജാക്ക് 50 മഴ തുടങ്ങി. ജാക്സിന് പിച്ചാണ്. അവന് എല്ലാം കൂടി എടുത്ത് 50 ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവണം? മറ്റേത് 50 ആണ്. മഴയായി. ലൈറ്റ് ഇട്ട് വെച്ചേക്കാം. അയ്യോ, ഈ മഴയെന്ന് പറഞ്ഞാൽ ഈ തടിയൊക്കെ എന്തെങ്കിലും പറ്റുപടി. ചന്ദനമായിരിക്കുമല്ലേ? മറ്റേനകത്ത് മഴ പെയ്യുമ്പോൾ എഫക്റ്റൊക്കെ മാറി കേട്ടോ. വേറെ വെള്ളമൊക്കെ നൈസായി. എന്ത് പറ്റി? നേരെ ആയില്ലേ? റീസോൾ ചെയ്ത ടയറായിരുന്നാ? അമ്മേ, അയ്യോ, ഒളിയോ, ഒരു ഇടി വെട്ടിട്ട് എൻ്റെ അമ്മ കിടുങ്ങിപ്പോയി.
വന്നാ എങ്ങനെയാ അത്? തൊട്ട് പുറകെ വേണ്ടടുത്ത് ഏ വിട്ട് വിട്ട് പുറകെ അല്ല വിടാനായിട്ടൊന്നുമില്ല, നമ്മൾ എത്തി, സ്ഥലത്തെത്തി. ഓക്കെ. കാർസൺ സ്റ്റേറ്റ് ക്യാപിറ്റൽ കാർസൺ. ഇതിൻ്റെ അടുത്ത് കാണിക്കുന്നില്ല റിപ്പയറൊന്നും ഇല്ലല്ലേ? റിപ്പയർ ഉണ്ട്, നമ്മൾ കയറുന്നതിന് മുമ്പുണ്ട്. സ്ഥലത്തിന്റെ പേര് കാർസൺ. കാർസൺ സിറ്റിയിലോട്ടാട്ടോ പോണേ. കാർസൺ സിറ്റി. നല്ല വിട്ടിട്ട് മഴ ഇടി വെട്ടി. ഇടിവെട്ടിയല്ലേ? ഏ കാർസൺ സിറ്റിയിലോട്ടാ നമ്മൾ പോണേ കേട്ടോ. വി ആർ എൻ്ററിങ് കാർസൺ സിറ്റി. കാർത്ത് കാണാൻ എനിക്കറിയാൻ പാടില്ല. കാർസൺ സിറ്റി ഏതാണ്? കാർസൺ സിറ്റി ഡിസ്കവർ. നമ്മളെ ഫസ്റ്റ് ടൈമാണ് കാർസൺ സിറ്റിയിലോട്ട് വരുന്നത്. ഈ സിറ്റിയുടെ ചരിത്രം എന്താണെന്ന് പറഞ്ഞുവിടല്ലേ? അത് സിഗ്നലാണ്. കാറുകാർ ചുമ്മാ രണ്ടുപേർക്ക് ഒരേ ടൈം ആയോണ്ടേ ഒന്ന് താമസം അപാരമുണ്ട് കുത്തി. ഞാൻ റിപ്പയർ ചെയ്തിട്ട് അതുവഴി വരാം. ഇതിന് തന്നെ നമ്മൾ പോണ വഴിക്ക് തന്നെയാണ് റിപ്പയർ ചെയ്യാൻ പോണത്. നമ്മൾ കമ്പനിയിലോട്ട് കയറുന്നതിന് മുമ്പാണ് റിപ്പയർ. അല്ല, കമ്പനിയുടെ തൊട്ടപ്പുറം. അപ്പുറത്താണ് കണ്ടോ? തീറിട്ട് വരാം വണ്ടി. ഇവിടെ കയറാറ്റി പാടാട്ടോ. ആണോ? എന്ത് വഴിയല്ലോ? വലിയ വണ്ടിയും കൂടി ആയോണ്ടേ നമ്മുടെ എന്റെ തന്നെ ഇച്ചിരി ചെറുതാണെങ്കിലും വെക്കാം. ഈ പുള്ളിയാണോ നമ്മളെ വിളിച്ചേ? ആ പുള്ളി ഇവിടുത്തെ മാനേജരാ. മുതലാളി ഇല്ല ഇവിടെ. ഈ കമ്പനിയുടെ മുതലാളി, ശരിക്കുള്ള കമ്പനിയുടെ മുതലാളി ഇവിടെ ഇല്ല. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹവും
ആണ് നമ്മുടെ വലിയ സംഭാവന. നിങ്ങളുടെ സ്നേഹം, എല്ലാ സംഭവവും എല്ലാം കൃത്യമായി തരിക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വെച്ചിട്ട് ഇന്ത്യയാണ്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ.